വട്ടത്താനി അമ്പലത്തിലെ സർപ്പക്കാവിലേക്കാണ്. വായോ. വാ. ചാക്യാർകൂട്ടിലെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇടവേളയിൽ ഒരു ഭക്തിഗാനം ആലപിക്കുന്നു. അർച്ചന. സർപ്പക്കാവിനടുത്തുള്ള ഗുളികൻതറയിലേക്ക്. നമുക്കൊരു ചാക്യാർകൂത്ത് കണ്ടാലോ? തമ്മില് അതികേമായിട്ടുള്ള സമരം. കിരാതമൂർത്തിയായിരിക്കുന്ന ശ്രീപരമേശ്വരനും മധ്യമമാണ്ഡവനായിരിക്കുന്ന ആ അർജുനനും തമ്മില് സമരത്തെ ചെയ്തതായി പറയണ്ടായത്. സമരം ചെയ്യും സാധാരണ ആളുകളൊക്കെ സമരം ചെയ്യല് പതിവുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ആര് സമരം ചെയ്തു എന്നാ പറയണത്? മധ്യമപാണ്ഡവനായിരിക്കുന്ന അർജുനൻ. അതെ, അർജുനനൊക്കെ സമരം ചെയ്യാം. പക്ഷെ ചന്ദ്രകലാധരനായിരിക്കുന്ന ശ്രീപരമേശ്വരൻ അദ്ദേഹമാണല്ലോ ആ കിരാതമൂർത്തിയായിട്ട് അവിടേക്ക് പുറപ്പെടലുണ്ടായത്. അങ്ങനെയുള്ള ആ കിരാതമൂർത്തിയും അർജുനനും തമ്മില് അതികേമായുള്ള യുദ്ധം ഉണ്ടായി എന്നുള്ളതാ ഇപ്പൊ ഈ പറയണത്. കഷ്ടം. ഈ ഭഗവാനൊക്കെ ഇങ്ങനെ പുറപ്പെട്ട് ആ തന്റെ ഭഗവന്മാരായിട്ടുള്ള ആളുകളോട് ഒരു യുദ്ധത്തിന് പുറപ്പെടുക, ഒരു സമരത്തിന് പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സമരങ്ങളൊക്കെ അനവധി തരത്തിലുണ്ടല്ലേ. എന്തിനായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ സമരം? ഓരോരു എന്താ ഇനി വേണ്ടത്? ഇനിയൊരു യുദ്ധം ചെയ്യുക, അതല്ലാതെ വേറെ മാർഗമില്ല. അതികേമായിട്ടുള്ള പാശുപതാസ്ത്രം ഉണ്ട്. അപ്പൊ അവിടെ വേറെയും അതാരാ വനപ്രദേശത്ത് അധിവസിക്കുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല. പിന്നെയോ ആ സന്യാസി വര്യന്മാര്, മഹർഷി ശ്രേഷ്ഠ. ആ ഊഷ്മാവ് അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വശാവാൻ കാരണം ഇല്ലേ? മുമ്പത്തെ പോലെ അല്ലല്ലോ. അങ്ങനെ കൈലാസത്തിൽ എത്തി ആ ഭഗവാനെ കണ്ടു. എന്താ എല്ലാവരും കൂടി ഇത് പുറപ്പെട്ടേക്കുന്നത്? ആ ഭഗവാൻ ഭക്തന്മാരോട് ചോദിച്ചപ്പോ അവരിങ്ങനെ പറയണ്ടായി, അല്ലേ ഞാൻ കാര്യം എന്തെങ്കിലും സാധിക്കും. കാരണം അങ്ങേ ഉപാസിച്ചിട്ടാണല്ലോ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുനൻ. അപ്പോ ഇനി അർജുനൻ ഇങ്ങനെ തപസ് തുറന്നുകൊണ്ട് കഴിയുന്ന വരികല. കാരണം എന്താ? ആ ഭഗവാനെ ഉപാസിച്ചു തുടങ്ങി അനവധി ദിവസമായപ്പോ പതുക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഭഗവാന് ഈ കാര്യം മുഴുവൻ മനസ്സിലായി. ഭക്തര് സന്തോഷം തിരിച്ചറിഞ്ഞു. ഉത്തരവാത്സല്യാണ്. ചെറിയോളും പറഞ്ഞു തന്നു. മിടുക്കന്മാരാട്ടോ. സാമ്പാർ എത്തിലോട്ട് വെച്ചു ഇതിലും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. വീട് മീനങ്ങാടി. എന്തോ ആ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അന്നദാനം കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് പോവാണ്. പേര് പേര് പറ. ലക്ഷ്മി നന്ദ. വാവേന്റെയോ? അമ്മയ്യ. എവിടെയാ പഠിക്കണേ? ബത്തേരി. മോളോ? ആണോ? ഏത് ക്ലാസ്സാ? രണ്ടുപേരും ആണോ? ഞാനും ബത്തേരി WM സ്കൂളിൽ. എന്നെ കണ്ടിട്ടുണ്ടോ?
മിക്കവാറും കാണുന്നുണ്ട്. ഉണ്ടല്ലേ? എല്ലാം തന്നെ ഞാൻ കാണുന്നു. നായ്ക്കല്ലി അമ്പലത്തിലേക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങളവിടെ പ്രയാഗ്രാജില് ഉത്തർപ്രദേശിൽ പോയിരുന്നു മഹാകുംഭമേളയ്ക്ക്. 2 ദിവസം അവിടുത്തെ സന്യാസിമാരുടെ കൂടെ ആശ്രമത്തിലാണ് താമസിച്ചത്. താമസിക്കാനൊന്നും സ്ഥലം കിട്ടില്ലല്ലോ, അത്രയും ജനങ്ങളല്ലായിരുന്നോ. അവര് അവരുടെ പാലും അവരുടെ ഭക്ഷണവും പഴങ്ങളൊക്കെ തന്നു. ഞങ്ങളവിടെ കൂടി. നല്ല കാര്യം, അതിലൊക്കെ പോയി പെടാൻ പറ്റിയല്ലോ. ഞങ്ങൾക്കൊന്ന് ഇനി ഒരിക്കലൂടെ പോയാൽ കാശിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ആണോ? കാര്യം അവിടെ ജാതിയില്ല, മതമില്ല. ശരിക്കും പറഞ്ഞ ആണോ പെണ്ണോ വ്യത്യാസം പോലും ഇല്ല. എല്ലാവരും ഭക്തിയില് നിറഞ്ഞാടി നടക്കുകയാണ്. ടിവിയിൽ കണ്ടിരുന്നു. കണ്ടിരുന്നു അല്ലേ? ഒത്തിരി സന്തോഷം. കഴിഞ്ഞ വർക്ക് മീനങ്ങാടി തന്നെ കണ്ടുപരിചയമുണ്ട്. നന്നായിട്ട്. ശരി.